കേരളത്തിലെ ആദ്യത്തെ ഫാസ്റ്റ് ട്രാക്ക് കോടതി നിലവിൽ വന്നത് എവിടെ? ഉത്തരം കോട്ടയത്താണ് കേരളത്തിലെ ആദ്യത്തെ ഫാസ്റ്റ് ട്രാക്ക് കോടതി നിലവിൽ വന്നത്. അറ്റോർണി ജനറലിന് സമാനമായി സംസ്ഥാനങ്ങളിലുള്ള പദവി ഏത്? ഉത്തരം അഡ്വക്കേറ്റ് ജനറൽ ആണ് അറ്റോർണി ജനറലിന് സമാനമായി സംസ്ഥാനങ്ങളിലുള്ള പദവി. ത്രിതല പഞ്ചായത്തി രാജ് സംവിധാനം നടപ്പിലാക്കാൻ നിർദ്ദേശം നൽകിയ കമ്മിറ്റി ഏത്? ഉത്തരം ബൽവന്ത് റോയ് മേത്ത കമ്മിറ്റി. ഇത് 1957 1957 ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയാണ് ത്രിതല പഞ്ചായത്തി രാജ് സംവിധാനം നടപ്പിലാക്കാൻ നിർദ്ദേശം നൽകിയ കമ്മിറ്റി. വോട്ടിംഗ് പ്രായം 21 നിന്ന് 18 കുറച്ചത് ഏതു വർഷം? ഉത്തരം 1989. 1989 വോട്ടിംഗ് പ്രായം 21 നിന്ന് 18 കുറച്ചത്. നിയമവിധേയമല്ലാതെ തടവിൽ വച്ചിരിക്കുന്ന ഒരാളെ മോചിപ്പിക്കുന്നതിനായി കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് ഏത്? ഉത്തരം ഹേബിയസ് കോർപ്പസ് ആണ് നിയമവിധേയമല്ലാതെ തടവിൽ പാർപ്പിച്ചിരിക്കുന്ന ഒരാളെ മോചിപ്പിക്കുന്നതിനായി കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട്. ലോക ഹൈപ്പർ ടെൻഷൻ ദിനമായി ആചരിക്കുന്നതെന്ന്? ഉത്തരം മെയ് 17 ലോക ഹൈപ്പർ ടെൻഷൻ ദിനമായി ആചരിക്കുന്നത്. എയ്ഡ്സ് രോഗനിർണയ ടെസ്റ്റുകൾ ഏതെല്ലാമാണ്? ഉത്തരം നേവ ടെസ്റ്റ്, എലിസ ടെസ്റ്റ്, വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ്, സോർട്ട് ടെസ്റ്റ്. നേവ ടെസ്റ്റ്, എലിസ ടെസ്റ്റ്, വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ്, സോർട്ട് ടെസ്റ്റ് എന്നിവയാണ് എയ്ഡ്സ് രോഗനിർണയ ടെസ്റ്റുകൾ. ശബ്ദത്തെക്കുറിച്ചുള്ള പഠനം ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം അക്വസ്റ്റിക്സ് എന്നാൽ ശബ്ദത്തെക്കുറിച്ചുള്ള പഠനമാണ്. എന്താണ് സൂനോട്ടിക് രോഗങ്ങൾ? ഉത്തരം മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് രോഗകാരികൾ മൂലം ഉണ്ടാകുന്ന പകർച്ചവ്യാധികളാണ്. സൂനോട്ടിക് രോഗങ്ങൾ. ധാരാരഹിതമാക്കൽ എന്താണ്? ഇതിന് സ്ട്രീം ലൈനിങ് എന്ന് പറയും. അപ്പോൾ ധാരാരഹിതമാക്കൽ അഥവാ സ്ട്രീം ലൈനിങ് എന്താണ്? ഉത്തരം ഘർഷണം കുറയ്ക്കത്തക്ക വിധം വസ്തുക്കളുടെ ആകൃതി രൂപപ്പെടുത്തുന്ന രീതിയാണ് ധാരാരഹിതമാക്കൽ അഥവാ സ്ട്രീം ലൈനിങ്. ആവർത്തന പട്ടികയിലെ ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ഏത്? ഉത്തരം ഫ്ലൂറിനാണ് ആവർത്തന പട്ടികയിലെ ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം. ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കുറഞ്ഞ മൂലകം ഏത്? ഉത്തരം സീസിയം ആണ് ആവർത്തന പട്ടികയിലെ ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കുറഞ്ഞ മൂലകം. ഒരു വസ്തു ആസിഡ് സ്വഭാവമുള്ളതാണോ ആൽക്കലി സ്വഭാവമുള്ളതാണോ എന്ന് പരിശോധിക്കാനുള്ള ഉപകരണം ഏത്? ഉത്തരം pH സ്കെയിലാണ് ഒരു വസ്തു ആസിഡ് സ്വഭാവമുള്ളതാണോ ആൽക്കലി സ്വഭാവമുള്ളതാണോ എന്ന് പരിശോധിച്ചറിയാനുള്ള ഉപകരണം. pH സ്കെയിൽ കണ്ടുപിടിച്ചത് സോറൻസൺ ആണ് pH സ്കെയിൽ കണ്ടുപിടിച്ചത്. ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന മൂല്യം 0 മുതൽ 14 വരെ. pH സ്കെയിലിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന മൂല്യം 0 മുതൽ 14 വരെ. ആസിഡ് ലായനികളുടെ pH മൂല്യം 7 കുറവ്. ബേസിക ലായനികളുടെ pH മൂല്യം 7 കൂടുതലാണ്. നിർവീര്യ ലായനികളുടെ pH മൂല്യം 7 ആണ്.